ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഹല്യ. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹൗ വാക്സിൻസ് വർക്ക്. വാക്സിൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യമേ തന്നെ വാക്സിൻ എന്താണെന്ന് ഞാൻ പറയാം. വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ സയൻസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് വാക്സിൻ എന്നുള്ളത്. കാരണം ആ ഒരു വാക്സിൻ കൊണ്ട് തന്നെ എത്ര കോടിക്കണക്കിന് ആൾക്കാർ വർഷം തോറും എത്ര കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹാംഫുൾ ആയിട്ടുള്ള ഡിസീസസിൽ നിന്നും, അതായത് ഡയറിയ, ഡെങ്കു, മലേറിയ, അതേപോലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഇതിനേലും ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡിസീസുകളുണ്ട്. അപ്പൊ ആ ഡിസീസുകളിൽ നിന്നൊക്കെ വേഗം, അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ, അല്ലെങ്കിൽ അത് വേഗം തന്നെ ബോഡിയിൽ നിന്നും റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ആണ് വാക്സിൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. വാക്സിൻ കൊണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ആ വാക്സിൻ ഈ ജേംസിനെയും ബാക്ടീരിയാസിനെയും ഒക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാക്സിൻസ് കണ്ടുപിടിച്ചേക്കുന്നത്. അത് കുഞ്ഞു കൊച്ചുങ്ങൾക്ക് തൊട്ട് വലിയവർക്ക് വരെ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് രോഗത്തിന്റെ ഇതനുസരിച്ച്, രോഗത്തിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാല് രോഗം വരാതിരിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഓരോ പ്രായക്കാർക്കും അതിൻ്റെതായ വാക്സിൻസ് ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് വാക്സിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഈ പറയുന്ന വാക്സിൻ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നതെന്ന്. അതായത് നേസൽ സ്പ്രേസ് വഴി, ഇഞ്ചക്ഷൻസ് വഴി, ഡ്രോപ്സ് വഴി, ഈ 3 മെത്തേഡിലൂടെയാണ് നമുക്ക് വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, വൺസ് നമുക്ക് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ബോഡി എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്, ബോഡിയിലെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ ബോഡി തിരിച്ചറിയും ഏത് വാക്സിൻ ആണ് എടുത്തിട്ടുള്ളത് എന്നതിനെ ബോഡി തിരിച്ചറിയുന്നു. അതിനുശേഷം വൈറ്റ് ബ്ലഡ് സെൽസ് അതിനെ ഫൈറ്റ് ചെയ്യുന്നു. അതുവഴി ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 രീതികളിലാണ് നമുക്ക് ഒരു വാക്സിൻ എടുത്തു കഴിയുമ്പം നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന മെത്തേഡ്സിലൂടെയാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആന്റിബോഡീസ്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആന്റിബോഡീസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ആന്റിബോഡീസ് എന്ന് പറയുമ്പം അതിൽ സ്പെഷ്യൽ പ്രോട്ടീൻ ആണ്. അത് ആദ്യമേ തന്നെ റെക്കഗ്നൈസ് ചെയ്യും, എന്താണെന്നുള്ളതിനെ പറ്റി റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ജേംസിനെ, കുറച്ചെന്നല്ല എത്ര ജേംസ് ഉണ്ടോ അത്രയും, ആ ജേംസിനെ അത്രയും തന്നെ അവർ അറ്റാക്ക് ചെയ്യും. എല്ലാ ഡിസീസുകളും ഒരുപോലെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ഡിസീസസിനും അതിൻ്റെതായ ഒരു യുണീക്ക് ആന്റിബോഡീസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്സിൻ ആണ് COVID-19 വാക്സിൻ. ഈ വാക്സിൻ എടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ ഇൽനെസ്, അതായത് വയ്യായികകള്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുടെ തുടക്കങ്ങളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മരണങ്ങള് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്തത് വാക്സിൻ എന്താണ്, വാക്സിൻ എങ്ങനെയാണ്, അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ.